നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസിന് വിട്ടു നൽകേണ്ടതില്ലെന്ന് ലീഗ് ജില്ലാ നേതൃത്വം. UDF സീറ്റ് വിഭജന ചർച്ചയിൽ മണ്ഡലം വിട്ടു നൽകാനാവില്ലെന്ന തീരുമാനം ലീഗ് നേതൃത്വത്തെ അറിയിക്കും. തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷൻ ബെൽമൌത്ത് കെട്ടിടം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കെട്ടിടത്തിലെ ശൌചാലയത്തിൽ മാലിന്യം കുന്നുകൂടിയിട്ടും അധികൃതർക്ക് മൗനം. എടവിലങ്ങിൽ തെങ്ങൊടിഞ്ഞു വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾ തൽക്ഷണം മരിച്ചു. എടവിലങ്ങ് സ്വദേശിനികളായ പഞ്ചാക്ഷി, തങ്കമണി എന്നിവരാണ് മരിച്ചത്. അയ്യന്തോളിലെ ഫ്ളാറ്റിൽ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ യുവാവ് മരിച്ചു. സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TV ചാനൽ മാറ്റുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. എടമുട്ടം പൈച്ചോടിലെ വിദേശ മദ്യ വിൽപ്പനശാല ആനവിഴുങ്ങിയിലേക്ക് മാറ്റി. ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാനിടയാക്കിയത് റുക്കിയ ഖാദർ എന്ന വീട്ടമ്മ നയിച്ച ഒറ്റയാൾ സമരം. കൊടകരയിലെ ബീവറേജസ് ഔട്ട്ലെറ്റ് വഴിയമ്പലത്തേക്ക് മാറ്റി സ്ഥാപിച്ചതിൽ പ്രതിഷേധമേറി. മദ്യവിൽപ്പന കേന്ദ്രം വഴിയമ്പലത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസിന് വിട്ടു നൽകേണ്ടതില്ലെന്ന് ലീഗ് ജില്ലാ നേതൃത്വം. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾ സ്ഥിരമായി തോൽക്കുന്ന സീറ്റ് കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ഗുരുവായൂർ സീറ്റ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ നീക്കം തുടങ്ങിയത്. കോഴിക്കോട് ജില്ലയിലെ 2 മണ്ഡലങ്ങളിലെ സീറ്റ് വെച്ചുമാറുന്നതിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലവും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നാൽ ജില്ലയിൽ ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഏക മണ്ഡലമെന്ന നിലയിൽ കോൺഗ്രസിന് മണ്ഡലം വിട്ടു നൽകേണ്ടതില്ലെന്നാണ് ലീഗ് ജില്ലാ നേതൃത്വം തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ലീഗ് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ചു. കേരളപ്പിറവിക്ക് മുൻപ് ലീഗ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സീറ്റ് ഒരിക്കലും വിട്ടുകൊടുക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ നിലനിർത്തുന്ന ഒരു സീറ്റാണ് ഗുരുവായൂർ. അതൊരിക്കലും മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുക എന്നൊരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല. മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോഴും അത് നിലനിർത്തുക എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് നിലനിർത്തിയ ഒരു സീറ്റ് അങ്ങനെ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നില്ല. ഗുരുവായൂർ മണ്ഡലം കഴിഞ്ഞാൽ ലീഗിന് അല്പമെങ്കിലും സ്വാധീനമുള്ളത് ചേലക്കര മണ്ഡലമാണ്. എന്നാൽ ഇത് സംവരണ മണ്ഡലമായതിനാൽ ലീഗിന് ഇത് ഏറ്റെടുക്കാനും സാധിക്കാത്ത അവസ്ഥയാണ്. ഈ മാസം 6, 7, 8 തീയതികളിൽ നടക്കുന്ന UDF സീറ്റ് വിഭജന ചർച്ചയിൽ ഗുരുവായൂർ മണ്ഡലം വിട്ടു നൽകാനാവില്ലെന്ന തീരുമാനം ലീഗ് നേതൃത്വം അറിയിക്കും. അതേസമയം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഗുരുവായൂർ ഉൾപ്പെടെ 4 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഈ സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറാനാണ് സാധ്യതയെന്ന് അറിയുന്നു. ന്യൂസ് ഡെസ്ക് TCV. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയ്ക്ക് പുറമെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിലും പൊറുതിമുട്ടിയിരിക്കുകയാണ് സാംസ്കാരിക നഗരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ ബഹുനില വ്യാപാര സമുച്ചയം. തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷന്റെ ബെൽമൌത്ത് ബിൽഡിംഗാണ് കാലങ്ങളായി ഈ ദുരവസ്ഥയ്ക്ക് പാത്രമായി നിലകൊള്ളുന്നത്. 4 നിലകളിലായുള്ള വ്യാപാര സമുച്ചയത്തിൽ 60ഓളം വ്യാപാര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാമായി ബിൽഡിംഗിലുള്ളത് 1ാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരൊറ്റ ടോയ്ലറ്റ് സംവിധാനവും. അടച്ചുറപ്പില്ലാത്തതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ശൗചാലയത്തിലാകട്ടെ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയും. മദ്യപിച്ചെത്തുന്നവരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സ്ഥിരം കേന്ദ്രമായി മാറിയ ഇവിടേക്കാണ് സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ എത്തേണ്ടത്. നട്ടുച്ചയ്ക്ക് പോലും ഇരുണ്ട വെളിച്ചം മാത്രമുള്ള ടോയ്ലറ്റിലേക്ക് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പേടി മൂലം എത്താൻ പോലും മടിക്കുകയാണ്. കക്കൂസിന്റെ പൈപ്പ് പൊട്ടി മലിനജലം ബിൽഡിങ്ങിന് പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നതും പകർച്ചവ്യാധികളടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. കെട്ടിടത്തിന് പിൻവശത്തായി കോർപ്പറേഷന്റെ തന്നെ 2 ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിലും ഇത് പ്രവർത്തനരഹിതമാണ്. ഇതുകൊണ്ട് തന്നെ കെട്ടിടത്തിന്റെ പാർക്കിംഗ് സ്ഥലത്തും മറ്റുമായി രാത്രിയായാൽ മദ്യപാനവും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ വ്യാപാരികളും വ്യാപാരി സംഘടനകളും കോർപ്പറേഷന് പരാതി നൽകിയിട്ടും അധികൃതർ ഇതുവരെയും നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. കെട്ടിടത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക ശൗചാലയ സംവിധാനമില്ലാത്തപ്പോൾ നിലവിലുള്ള ടോയ്ലറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചും ബിൽഡിംഗിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ കൈക്കൊള്ളണമെന്ന ആവശ്യമാണ് വ്യാപാരികളും തൊഴിലാളികളും ഒരുപോലെ ഉന്നയിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.
കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ തെങ്ങൊടിഞ്ഞു വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾ മരിച്ചു. എടവിലങ്ങൽ ലക്ഷ്മിയുടെ കോളനിയിൽ കാരയിൽ രാജന്റെ ഭാര്യ 70 വയസ്സുള്ള പത്മാക്ഷി, ചിറ്റേഴത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപം തളിയാഴ്ച വാസുദേവന്റെ ഭാര്യ 63 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10ഓടെയായിരുന്നു അപകടം. എടവിലങ്ങിൽ കുഞ്ഞൈനി ലക്ഷ്മിയുടെ കോളനിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പണിയെടുക്കുമ്പോഴായിരുന്നു അപകടം. 42 പേർ അടങ്ങുന്ന സ്ത്രീ തൊഴിലാളികൾ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ സമീപത്തെ തെങ്ങ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ചു തന്നെ ഇരുവരും മരണമടഞ്ഞു. അയ്യന്തോളിലെ ഫ്ളാറ്റിൽ TV ചാനൽ മാറ്റുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് അവശനിലയിൽ കണ്ടെത്തിയ യുവാവ് മരിച്ചു. ഷൊർണൂർ സ്വദേശി 28 വയസ്സുള്ള സതീഷ് എന്ന മണിയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി അയ്യന്തോൾ പഞ്ചിക്കൽ പിനാക്കിൾ ഫ്ളാറ്റിലാണ് സംഭവം. വാസുപുരം സ്വദേശി റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഷൊർണൂർ സ്വദേശി സതീഷും സുഹൃത്ത് കൃഷ്ണപ്രസാദും എത്തിയത്. രാത്രിയിൽ TV ചാനൽ മാറ്റുന്നതിനിടെ സതീഷും കൃഷ്ണപ്രസാദും തമ്മിൽ തർക്കം നടന്നു. കൃഷ്ണപ്രസാദ് സതീഷിനെ മർദ്ദിച്ച് അവശനാക്കി. വ്യാഴാഴ്ച രാവിലെ സതീഷിനെ ബോധരഹിതനായി കിടക്കുന്നത് കണ്ട കൃഷ്ണപ്രസാദ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. കൃഷ്ണപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവം നടന്ന ഫ്ളാറ്റിൽ പോലീസ് സയന്റിഫിക് പരിശോധന നടത്തി. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ജില്ലാ കളക്ടർ വി രതീശൻ വാക്കുപാലിച്ചു. എടമുട്ടം പൈച്ചോട് വിദേശമദ്യ വിൽപ്പനശാല ഔട്ട്ലെറ്റ് ആനവിഴുങ്ങിയിലേക്ക് മാറ്റി. ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാനിടയായത് റുക്കിയ ഖാദർ എന്ന വീട്ടമ്മ നയിച്ച ആക്ഷൻ കൗൺസിലിന്റെ തുടർ സമരങ്ങൾ. കഴിഞ്ഞ ദിവസം രാത്രി 8ഓടെയാണ് പയ്യച്ചോട് നിന്ന് വിദേശ മദ്യവിൽപ്പനശാല മാറ്റി സ്ഥാപിക്കുന്നുവെന്ന വിവരം പുറത്തറിയുന്നത്. കച്ചവടം നടന്നുകൊണ്ടിരിക്കെ തന്നെ സ്റ്റോക്കുണ്ടായിരുന്ന മദ്യം കേസുകളിലാക്കി പുതിയ ഔട്ട്ലെറ്റിലേക്ക് മാറ്റി. ആനവിഴുങ്ങിയിൽ ദേശീയപാതയ്ക്ക് കിഴക്ക് ഭാഗത്തെ കെട്ടിടത്തിലെ മുറിയിലാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. ദേശീയപാതയിൽ നിന്ന് 20 മീറ്ററോളം അകലത്തിലാണ് ഔട്ട്ലെറ്റ്. രാത്രി 9:30 തന്നെ പഴയ കെട്ടിടത്തിലുള്ള മദ്യം പൂർണ്ണമായും പുതിയ ഔട്ട്ലെറ്റിലേക്ക് മാറ്റി. ഔട്ട്ലെറ്റ് മാറ്റിയതറിയാതെ ഒട്ടേറെ പേരാണ് വ്യാഴാഴ്ച രാവിലെ തന്നെ മദ്യം വാങ്ങാൻ പയ്യച്ചോട്ടെ പഴയ ഔട്ട്ലെറ്റിന് മുന്നിൽ എത്തിയത്. ഇതിനിടെ പയ്യച്ചോട് സ്വദേശിയായ റുക്കിയ ഖാദറിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ പഴയ ഔട്ട്ലെറ്റിന് മുന്നിൽ സമരം വിജയിച്ചതിന്റെ യോഗവും നടത്തി. സമരത്തിന് നേതൃത്വം നൽകിയ റുക്കിയ ഖാദർ, മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി CC രാജൻ, കൺവീനർ MM ഇക്ബാൽ എന്നിവരെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പൂമാല അണിയിച്ചു. തുടർന്ന് സമര നേതാക്കൾക്ക് ഐസ്ക്രീം വിതരണം ചെയ്തു. ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പടക്കം പൊട്ടിച്ചതോടെ ഔട്ട്ലെറ്റിനെ അനുകൂലിച്ചവർ കൂകി വിളിച്ച് ബഹളം വെച്ചു. വിവരമറിഞ്ഞ് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. 1 മാസത്തിനകം പയ്യച്ചോട് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കുമെന്ന ഉറപ്പ് പാലിച്ച ജില്ലാ കളക്ടറോടും സമരത്തിൽ സഹകരിച്ചവരോടും റുക്കിയ ഖാദർ നന്ദി അറിയിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് തന്റെ വീടിന് സമീപത്തെ ഔട്ട്ലെറ്റിനെതിരെ ഒറ്റയാൾ സമരവുമായി റുക്കിയ ഖാദർ രംഗത്തെത്തിയത്. തുടർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിനെ പിന്തുണയുമായി വെൽഫെയർ പാർട്ടി, KCBC മദ്യനിരോധന സമിതി എന്നിവരും രംഗത്തെത്തി. ബിവറേജസ് കോർപ്പറേഷൻ MD, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരിക്കെ ജില്ലാ കളക്ടർ വി രതീശന്റെ ഇടപെടലാണ് ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കാൻ ഇടയാക്കിയത്. TCV ന്യൂസ്, തൃപ്രയാർ. കൊടകര ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് വഴിയമ്പലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ മാറ്റണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കൊടകരയിലെ വൃന്ദാവൻ ജംഗ്ഷനിൽ നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റ് വഴിയമ്പലത്തേക്ക് മാറ്റിയത്. ബുധനാഴ്ച വൈകുന്നേരമാണ് വിദേശമദ്യ വിൽപ്പന കേന്ദ്രം കൊടകര ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ വഴിയമ്പലത്തുള്ള പുതിയ തീപ്പെട്ടി കമ്പനിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഇതിന്റെ ഭാഗമായി വൈകുന്നേരത്തോടെ ലോറിയിൽ മദ്യക്കുപ്പികൾ ഇവിടെ കൊണ്ടിറക്കി. രണ്ടാമത്തെ ലോഡുമായി ലോറികൾ എത്തിയപ്പോഴേക്കും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുവന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മദ്യവിൽപ്പന കേന്ദ്രം അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന സംഘം പ്രതിഷേധവുമായി തടിച്ചുകൂടിയത്. ലോറിയിൽ കൊണ്ടുവന്ന മദ്യം ഇറക്കാൻ ആദ്യം നാട്ടുകാർ അനുവദിച്ചില്ല. എന്നാൽ അർദ്ധരാത്രിയോടെ ലോറിയിൽ നിന്ന് മദ്യം നിറച്ച കടലാസ് പെട്ടികൾ ഇറക്കി കെട്ടിടത്തിനകത്തേക്ക് സ്റ്റോക്ക് ചെയ്തു. വ്യാഴാഴ്ച രാവിലെ ഉദ്യോഗസ്ഥരെത്തി പുതിയ സ്ഥലത്തെ മദ്യവിൽപ്പന കേന്ദ്രം തുറക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞു. ബഹളത്തെ തുടർന്ന് ബിവറേജസ് ഔട്ട്ലെറ്റിലെ ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി സംസാരിച്ചെങ്കിലും ഒരു കാരണവശാലും മദ്യവിൽപ്പന കേന്ദ്രം വഴിയമ്പലത്ത് തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നു. BD ദേവസി MLA, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, കൊടകര ഫൊറോന വികാരി ഫാദർ തോമസ് ആലുക്കൽ എന്നിവരും സ്ഥലത്തെത്തി. വീട്ടമ്മമാരടക്കമുള്ള നാട്ടുകാർ സമരരംഗത്ത് ഉറച്ചുനിന്നതിനെ തുടർന്ന് വഴിയമ്പലത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ താൽക്കാലികമായി പിൻവാങ്ങുകയും ദേശീയപാതയോരത്ത് നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിൽ തന്നെ മദ്യവിൽപ്പന കേന്ദ്രം പുനരാരംഭിക്കുകയും ചെയ്തു. TCV, കൊടകര. കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് M നേതാവ് ഫ്രാൻസിസ് ജോർജ് രാജിവെച്ചു. രാജിക്കത്ത് മന്ത്രി KP മോഹനന് അയച്ചുകൊടുത്തു.
കേരള കോൺഗ്രസ് എം പിളർപ്പിന്റെ ഭാഗമായാണ് ഫ്രാൻസിസ് ജോർജ് ഇരിങ്ങാലക്കുട കേരള ഫീഡ്സ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. കേരള കോൺഗ്രസ് നേതൃത്വത്തോടെ ഇടഞ്ഞ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള വിമത സംഘം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് നീക്കം. CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണ കമ്മീഷൻ ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകി. ജില്ലയിലെ പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ചിലയിടത്ത് CPM ഔദ്യോഗിക പാനലിനെതിരെ മത്സരം ഉണ്ടായെങ്കിലും കുന്നംകുളത്ത് മാത്രമാണ് ഔദ്യോഗിക പാനലിൽ നിന്നുള്ള ആൾ തോറ്റത് എന്നതാണ് അന്വേഷണത്തിന് കാരണം. നേതാക്കളായ മുരളി പെരുന്നെല്ലി, UP ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിനു ശേഷം നടപടി താഴെത്തട്ടിലേക്ക് അറിയിക്കും എന്നാണ് സൂചന. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ നടപടി തിരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ എന്നാണ് അറിയുന്നത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചുവെന്ന് കുന്നംകുളത്തെ പ്രാദേശിക നേതാക്കൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും 3 നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവരുടെ പക്ഷം. ജില്ലയിൽ സപ്ലൈകോയുടെ വിവിധ സംഭരണ ഏജൻസികൾ നിർത്തിവച്ചിരുന്ന കോൾപ്പടവുകളിലെ നെല്ല് സംഭരണം പുനരാരംഭിച്ചു. തിരുവനന്തപുരത്ത് ഭക്ഷ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയും സംഭരണ ഏജൻസികളായ മില്ലുടമകളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഹാൻഡ്ലിംഗ് ചാർജ് 190 രൂപയാക്കണമെന്ന മില്ലുടമകളുടെ ആവശ്യം ചർച്ചയിൽ അംഗീകരിച്ചതോടെയാണ് നെല്ല് സംഭരണം പുനരാരംഭിക്കുവാൻ ധാരണയായത്. പാവറട്ടി മേഖലയിലെ വിവിധ കോൾപ്പടവുകളിൽ നിർത്തിവച്ചിരുന്ന കൊയ്ത്ത് ഇതേ തുടർന്ന് പുനരാരംഭിച്ചു. വിവിധ പാടശേഖരങ്ങളിലായി 1000 ടൺ നെല്ലാണ് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്നത്. വെള്ളിയാഴ്ചയോടെ നെല്ല് സംഭരണം സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച നടക്കാനിരുന്ന 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷകൾ ശനിയാഴ്ചയിലേക്ക് മാറ്റി. എറണാകുളം ജില്ലയിൽ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പരീക്ഷകൾ മാറ്റിയത്. വെള്ളിയാഴ്ച നടക്കേണ്ട അതേ ടൈം ടേബിൾ പ്രകാരമായിരിക്കും ശനിയാഴ്ച പരീക്ഷകൾ നടക്കുകയെന്നും വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. ഇനി TCV തേർഡായി. പേരാമ്പ്രയിൽ ദേശീയപാതയ്ക്ക് സമീപം ചുഴലിയുടെ രൂപത്തിൽ പൊടിപടലം ഉയർന്നത് ആശങ്ക പരത്തി. വാർത്താദൃശ്യം അയച്ചു നൽകിയത് കല്ലൂർ ആലേങ്ങാട് ജോസ്. റോഡരികിൽ നിന്ന് പൊടിപടലമുയർന്നത് വലിയ ചുഴലിയായി രൂപാന്തരപ്പെടുകയും മുകളിലേക്ക് ഉയരുകയുമായിരുന്നു. നാട്ടുകാർ നോക്കി നിൽക്കെ വൻ പൊടിച്ചുരുളായി ഇത് മാറി. ദേശീയപാതയിലുണ്ടായിരുന്ന യാത്രക്കാർ ഈ പ്രതിഭാസം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. പലരും ഇരുചക്രവാഹനങ്ങൾ ഉപേക്ഷിച്ച് ഓടിമാറി. കാറ്റോ മറ്റ് പ്രകൃതി സ്വഭാവ മാറ്റങ്ങളോ ഇല്ലാത്ത സമയമായതിനാൽ നാട്ടുകാരുടെ ആശങ്ക ഇരട്ടിയായി. അന്തരീക്ഷത്തിലെ ചൂടുമൂലമുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസമാണ് ഇതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് അവിടേക്ക് തണുത്ത വായു പ്രവഹിക്കുകയും അത് ചുഴിയായി രൂപാന്തരം പ്രാപിക്കുന്നതുമാണ് ഇങ്ങനെ പൊടിപടലം ഉയരാൻ കാരണം. വലിയ ചുഴിയായി സമീപത്തെ കടകളെ പൊതിഞ്ഞ പൊടിപടലം നിമിഷങ്ങൾക്കുള്ളിൽ മാഞ്ഞു പോവുകയും ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പാത്രങ്കണ്ടത്തെ 50ഓളം വീട്ടുകാർക്ക് സ്വപ്ന സാഫല്യം. വൈദ്യുതി കണക്ഷൻ എന്ന ഇവരുടെ ചിരകാല സ്വപ്നത്തിന് സാഫല്യമായി. വനമേഖലയിലുള്ള ഈ വീട്ടുകാർക്ക് ഒല്ലൂർ MLA MP വിൽസണിന്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 64 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വൈദ്യുത കണക്ഷൻ ലഭിച്ചത്. 1.3 കിലോമീറ്റർ ദൂരം ഭൂമിക്കടിയിലൂടെ ലൈൻ വലിച്ചാണ് വൈദ്യുതി എത്തിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമായി 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മണ്ഡലമാണ് ഒല്ലൂർ. വനമേഖലയിലൂടെ വൈദ്യുതി കണക്ഷൻ കൊണ്ടുപോകാൻ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേക അനുമതി നേടിയെടുക്കുകയായിരുന്നുവെന്ന് MLA പറഞ്ഞു. ഒളകരയിലെ പാത്രക്കണ്ടം പ്രദേശം വെളിച്ചമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ നരകയാതനകൾക്കിടയിൽ, മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിടയിൽ എല്ലാത്തിൽ നിന്നും ഒരു വെളിച്ചം കിട്ടാനുള്ള ഒരു മോക്ഷ പ്രഖ്യാപനമാണ് ഇന്ന് ഇവിടെ നടന്നത്. അത് അനുവദിച്ചു. അതിൻ്റെ ഫണ്ടുകളായി ഫോറസ്റ്റിൻ്റെ അനുമതി നേടി. ഇവിടുത്തെ ഈ ജീവിക്കുന്ന പാവപ്പെട്ടവരായ ഈ 50ഓളം വരുന്ന വീട്ടുകാർക്ക് വെളിച്ചം എത്തിച്ചു എന്ന ഒരു സന്തോഷമാണ് എന്നിലുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ സുശീല അധ്യക്ഷത വഹിച്ചു. റോയി, നിഷ, ഭാസ്കരൻ, സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലയിലെ ഗോതുരുത്തിൽ ടിപ്പറിടിച്ച് കാർ യാത്രക്കാരായ കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. എറിയാട് യൂബസ സ്വദേശി 55 വയസ്സുള്ള PK നൌഷാദാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാന് ഗുരുതരമായി പരിക്കേറ്റു.
ഇന്ത്യക്ക് അപമാനമാണ് മോദി സർക്കാർ വരുത്തുന്നതെന്നും ഭരണകൂടം രാജ്യത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുകയാണെന്നും സാഹിത്യകാരൻ വൈശാഖൻ പറഞ്ഞു. മനുഷ്യാവകാശ ലംഘനത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ AIYF, AISF സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച യൂത്ത് അലർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടം ജനാധിപത്യത്തെയും ഭരണഘടനയെയും മതേതരത്വത്തെയും വെല്ലുവിളിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഭരണഘടന തന്നെ മാറ്റിയെഴുതാനാണ് ശ്രമിക്കുന്നത്. സർക്കാർ അല്ല രാഷ്ട്രമെന്നും ജനങ്ങളുടെ വോട്ട് നേടിയ ഭരണകൂടം മാത്രമാണ് കേന്ദ്ര സർക്കാരെന്നും വൈശാഖൻ അഭിപ്രായപ്പെട്ടു. മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഒരു മതമാണ് രാഷ്ട്രമെന്ന് പറയുന്നത് അപകടമാണ്. രാജ്യത്തെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാരിന്റെ ഗൂഢാലോചനയ്ക്കെതിരെ യുവാക്കൾ സമരം ചെയ്യണമെന്നും കനയ്യകുമാറിന്റെ പേരിലുള്ള എല്ലാ കുറ്റങ്ങളും റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നും വൈശാഖൻ കൂട്ടിച്ചേർത്തു. AIYF ജില്ലാ പ്രസിഡന്റ് VJ ബെന്നി അധ്യക്ഷനായിരുന്നു. AISF ദേശീയ സെക്രട്ടറി KP സന്ദീപ്, ജില്ലാ പ്രസിഡന്റ് VG വിഷ്ണു, AISF സെക്രട്ടറി K രാജൻ, ജോയ് M മണ്ണു, T ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ISO 9001-2015 അംഗീകാരം നേടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തതായി അധികൃതർ അറിയിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ അധികൃതർ മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിൽ നടത്തിയ ഒന്നാംഘട്ട ഗുണനിലവാര പരിശോധന പൂർണ്ണ വിജയമായിരുന്നു. ഇതേ തുടർന്ന് വ്യാഴാഴ്ച നടത്തിയ രണ്ടാംഘട്ട പരിശോധനയിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനാലാണ് പഞ്ചായത്തിന് ഈ ബഹുമതി ലഭിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ 1906 മുതലുള്ള ജനന മരണ വിവരങ്ങൾ, പഞ്ചായത്ത് ആരംഭിച്ച വർഷം മുതൽ ഇതുവരെയുള്ള മിനിറ്റ്സ് പുസ്തകങ്ങൾ, വിലപ്പെട്ട രേഖകൾ എന്നിവ അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ച റെക്കോർഡ് റൂം, ഫ്രണ്ട് ഓഫീസിലെത്തുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഇടം, അപേക്ഷകർക്കായുള്ള ഹെൽപ്പ് ഡെസ്ക്, അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകൾ സംബന്ധിച്ച ചെക്ക് ലിസ്റ്റ്, ടെലിവിഷൻ, ടോക്കൺ സിസ്റ്റം, ഫയലുകളുടെ തൽസ്ഥിതി അറിയാനുള്ള ടച്ച് സ്ക്രീൻ സംവിധാനം, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി ലഭ്യമാക്കൽ, പേപ്പർലെസ് ഓഫീസാക്കുന്നതിന്റെ ഭാഗമായുള്ള ഫയൽ ട്രാക്കിംഗ് സംവിധാനം, പഞ്ചായത്ത് ഓഫീസിനെ ആശ്രയിക്കുന്നവർക്ക് സമയബന്ധിതമായും കാര്യക്ഷമമായും കാര്യങ്ങൾ പൂർത്തീകരിച്ചു നൽകൽ എന്നിവയാണ് NABCB അധികൃതർ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അടുത്ത വർഷാരംഭത്തോടെ ഗ്രാമകേന്ദ്രങ്ങൾ വഴി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ കൂട്ടിച്ചേർത്തു. കൂടാതെ സയൻസ് സെന്റർ ഡയറക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അജൈവ മാലിന്യ നിർമ്മാർജ്ജനം, വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കുമിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പൊടിയാക്കി റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയും വിധം മൊബൈൽ ഷെഡിംഗ് യൂണിറ്റ്, പൊതുസ്ഥാപനങ്ങളിലും സുനാമി വീടുകളിലും സോളാർ സിസ്റ്റം, തെരുവിളക്കുകൾ പൂർണ്ണമായി LED-യിലേക്ക് മാറ്റി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കൽ, വീടുകളിൽ സോളാർ ഗ്രിഡ് എന്നീ പദ്ധതികൾക്കും രൂപരേഖയായിട്ടുണ്ട്. 2016 പൗരാവകാശ രേഖ അടിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതാണ് മറ്റൊരു പദ്ധതിയെന്നും അധികൃതർ വ്യക്തമാക്കി. TCV ന്യൂസ്, കയ്പമംഗലം. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന വൈരക്കല്ലുകൾ തട്ടിയെടുത്ത 3-അംഗ സംഘത്തിലെ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് പിടികൂടി. കണ്ണൂർ ആലങ്കോട് സ്വദേശി പനമ്പറമ്പിൽ സതീഷാണ് അറസ്റ്റിലായത്. LP സ്ക്വാഡ് അംഗങ്ങളായ വിനോദൻ ശങ്കർ, പ്രിഭു, ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയെ മറികടക്കാൻ ട്രെയിൻ യാത്ര ശീലമാക്കിയ ലൂയിസ് മാസ്റ്റർ എന്ന 92-കാരന്റെ യാത്രാനുഭവങ്ങൾ പുസ്തകമാവുകയാണ്. സീസൺ ടിക്കറ്റ് എന്ന പേരിൽ പുറത്തിറക്കുന്ന പുസ്തകം വെള്ളിയാഴ്ച സാഹിത്യ അക്കാദമി വയലോപ്പള്ളി ഹാളിൽ കഥാകൃത്ത് വൈശാഖൻ പ്രകാശനം ചെയ്യും. വിരഹവും ഏകാന്തതയും വല്ലാതെ അലട്ടിയപ്പോൾ സീസൺ ടിക്കറ്റുമെടുത്ത് സഞ്ചാരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിച്ച കല്ലേറ്റുങ്കര കടുപ്പശ്ശേരി സ്വദേശിയായ ലൂയിസ് മാഷിന്റെ ഓർമ്മകളും അനുഭവങ്ങളും കൂട്ടിത്തുന്നുകയാണിവിടെ. സീസൺ ടിക്കറ്റ്, യാത്രയുടെ യൗവനം എന്ന പുസ്തകം കഴിഞ്ഞ 15 വർഷമായി ട്രെയിൻ യാത്ര പതിവാക്കിയ ഈ സഹൃദയനായ വ്യക്തിയുടെ ഓർമ്മകളിലൂടെയുള്ള അനുയാത്ര കൂടിയാണ്. ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലുള്ള ചിതറിയ ഓർമ്മകളിലൂടെ ലൂയിസ് മാസ്റ്ററുടെ ജീവിതയാത്രയെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകം. ഭാര്യ മേഴ്സിയുടെ മരണശേഷം ഏകാന്തത സഹിക്കാനാകാതെ ഗോദാവരിയിൽ ആത്മഹത്യ ചെയ്യാനായി ഇറങ്ങിത്തിരിച്ചത്. നിരാശയും ഒറ്റപ്പെടലും മറികടക്കാനായി ട്രെയിൻ യാത്രകൾ പതിവാക്കിയത്. സൗഹൃദം സമ്പാദ്യമാക്കാനും ജീവിത സായാഹ്നം ആഘോഷമാക്കാനും നടത്തിയ ഉദ്യമങ്ങൾ. ട്രെയിൻ മേറ്റ്സ് എന്ന കൂട്ടായ്മയുടെ ബ്രാൻഡ് അംബാസിഡറായത്. ട്രെയിൻ തെറാപ്പിയിലൂടെ കുറേ പേർക്ക് സാന്ത്വനമായത്. ആരോരുമറിയാതെ ജീവകാരുണ്യ പ്രവർത്തകന്റെ വേഷമണിഞ്ഞത്. പല്ലിൻ്റെ ഘടന നോക്കി സ്വഭാവം പ്രവചിക്കുന്നത്. ചങ്ങമ്പുഴ പാർക്കിലെ സൗഹൃദം സ്വന്തമാക്കിയത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെൻ്ററിയിൽ നായകനായത്. അങ്ങനെ
കടന്നുപോകുന്ന ഓരോ സ്റ്റേഷനിലെയും ഓർമ്മകളും അനുഭവങ്ങളുമെല്ലാം 21 അധ്യായങ്ങളായി ഈ പുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സിനിമാ നിർമ്മാതാവായ മഞ്ഞില ജോസഫിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചതും സാക്ഷാൽ ബേപ്പൂർ സുൽത്താന്റെയും വൈലോപ്പിള്ളിയുടെയും സഹയാത്രികനായതും അധ്യാപകനായ തന്നെ പുലിവാലി ലൂയിസ് എന്ന് കുട്ടികൾ ഇരട്ടപ്പേരിട്ട് വിളിച്ചതും കോപ്പിയടിക്കാൻ സമ്മതിക്കാതിരുന്നതിനെ വിദ്യാർത്ഥികൾ പടക്കമെറിഞ്ഞതും ചെറുപ്പത്തിൽ കള്ളവണ്ടി കയറിയതും ട്രാംവേയിൽ സഞ്ചരിച്ചതും 38-ാം വയസ്സിൽ രാത്രിയിൽ സൈക്കിൾ ചവിട്ടി പഠിച്ചതുമടക്കമുള്ള രസകരമായ ഒട്ടേറെ ജീവിത മുഹൂർത്തങ്ങളിലൂടെ ഈ യാത്ര ചൂളം വിളിച്ച് കടന്നുപോവുകയാണ്. മെന്റർ ബുക്സിനു വേണ്ടി CR സുബിമോനാണ് പുസ്തകം തയ്യാറാക്കിയത്. ലൂയിസ് മാസ്റ്ററുടെ ഉറ്റ സുഹൃത്തായ T ശശിധരൻ ഇത്തരമൊരു ഉദ്യമത്തിനായി ആദ്യാവസാനം ഒപ്പമുണ്ടായിരുന്നു. വൈലോപ്പള്ളി ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് പുസ്തക പ്രകാശന ചടങ്ങ് ഒരുക്കിയിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. വ്യാജ വെളിച്ചെണ്ണയ്ക്കെതിരെയുള്ള വാർത്ത വന്ന പത്രം വിതരണം ചെയ്തുവെന്നാരോപിച്ച് പത്രവിതരണക്കാരനായ യുവാവിന് നേരെ ആക്രമണം. മർദ്ദനത്തിൽ പരിക്കേറ്റ പോർക്കുളം സ്വദേശി ചെറുവത്തൂർ ഉണ്ണിമോന്റെ മകൻ ജാക്സനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടപ്പടിയിൽ പത്രവിതരണം നടത്തുന്നതിനിടെ മുഖം മറച്ചെത്തിയ 4 പേരാണ് തന്നെ ആക്രമിക്കുകയും പത്രങ്ങൾ വലിച്ചെറിയുകയും ചെയ്തതെന്ന് ജാക്സൺ പറയുന്നു. കോട്ടപ്പടി ആസ്ഥാനമായുള്ള ജോസ് ബ്രദേഴ്സ് എന്ന വെളിച്ചെണ്ണ കമ്പനിയുടെ വാഹനങ്ങൾ ഒരാഴ്ച മുമ്പ് ഫുഡ് സേഫ്റ്റി വിഭാഗം പിടിച്ചെടുത്തിരുന്നു. കരിയോയിലിൽ രാസവസ്തുക്കൾ കലർത്തിയിട്ടുണ്ടാകുന്ന വെളിച്ചെണ്ണ നിരോധിച്ച ബ്രാൻഡുകളിൽ വിൽപ്പന നടത്തിയെന്നായിരുന്നു കമ്പനിക്കെതിരെയുള്ള ആരോപണം. ഇതോടെ കമ്പനിയിലുണ്ടായിരുന്ന വാഹനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. ചൂണ്ടലിൽ നിന്ന് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത വാഹനം കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നു എന്നതല്ലാതെ വിഷയത്തിൽ നടപടിയെടുക്കുവാൻ അധികൃതർ വിമുഖത കാട്ടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അക്രമത്തിനു പിന്നിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമകളാണെന്ന് ജാക്സൺ ആരോപിച്ചു. കുന്നംകുളം പോലീസിൽ ജാക്സൺ പരാതി നൽകി. നഷ്ടപ്പെട്ട ജൈവ കാർഷിക സംസ്കാരത്തെ തിരികെ പിടിക്കാൻ പുള്ള് ഗ്രാമം ഒരുങ്ങുന്നു. ജൈവ പച്ചക്കറി കൃഷി ജീവിതചര്യയ്ക്ക് മാറ്റാൻ പ്രതിജ്ഞയെടുക്കുകയാണ് ഇവിടത്തെ ഗ്രാമവാസികൾ. പുള്ള് സ്വദേശി സത്യരാജാണ് തന്റെ തൊടിയിൽ നിന്ന് തുടങ്ങിയ ജൈവ കാർഷിക സംസ്കാരം ഗ്രാമം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത്. പുള്ള് ഗ്രാമം ഈ കർഷകനോട് ഇപ്പോൾ കടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം തോട്ടത്തിൽ നിന്ന് ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലേക്ക് വേണ്ട ജൈവ പച്ചക്കറി വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ച് സൗജന്യമായി നൽകുന്നതോടൊപ്പം ഗ്രാമത്തിൽ ജൈവ കാർഷിക സംസ്കാരവും ജൈവ കൃഷിയും വളർത്തിയെടുക്കാൻ സത്യരാജിനും കുടുംബത്തിനും സാധിച്ചു. ഇതിനായി തന്റെ 2 ഏക്കർ വരുന്ന കോൾപ്പാടത്ത് ഓർഗാനിക് ഐലൻഡ് എന്ന ആശയവും സത്യരാജ് യാഥാർത്ഥ്യമാക്കി. മാതാ അമൃതാനന്ദമയുടെ വാക്കുകളാണ് ഭക്തനായ സത്യരാജിനെ ജൈവ കർഷകനാക്കാൻ പ്രേരിപ്പിച്ചത്. ചാഴൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ, തൃശൂർ കളക്ടറേറ്റ്, കേരള കാർഷിക സർവകലാശാല എന്നിവയിലൂടെ 10,000-കണക്കിന് ജൈവവിത്തുകൾ വിതരണം ചെയ്യാനുള്ള നടപടികളും സത്യരാജ് തുടങ്ങിക്കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയനടിയും നാട്ടുകാരിയുമായ മഞ്ജു വാര്യർ സിനിമയിലൂടെ ജനങ്ങളിലേക്ക് കൈമാറിയ ജൈവകൃഷി എന്ന സന്ദേശം ഏറ്റെടുത്ത് ജൈവകൃഷിയെ ജീവിതചര്യയാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് പുള്ള് ഗ്രാമം. TCV ന്യൂസ്, അന്തിക്കാട്. ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവത്തിൽ നാട്യവിസ്മയവുമായി ചലച്ചിത്ര താരം ഉത്തര ഉണ്ണിയൊരുക്കിയ ഭരതനാട്യം ആസ്വാദക മനം കവർന്നു. നൃത്ത സംഗീതോത്സവത്തിന്റെ 5ാം നാളായ വ്യാഴാഴ്ച വൈകിട്ടാണ് നൃത്തച്ചുവടുകളുമായി ഉത്തര ഉണ്ണി ശിവരാത്രി മണ്ഡപത്തിൽ എത്തിയത്. ചലച്ചിത്ര താരം കൂടിയായ ഊർമിള ഉണ്ണി മകളെ സദസ്സിന് പരിചയപ്പെടുത്തി. തുടർന്ന് ഉദ്ദിഷ്ട കണ്ണ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോടെയാണ് നൃത്തം തുടങ്ങിയത്. ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ ശിഷ്യയായ ഉത്തര പുഷ്പാഞ്ജലിക്ക് ശേഷം ശ്രീരാമനെ സ്തുതിച്ചുള്ള ശബ്ദം അവതരിപ്പിച്ചു. രാഗതാള ചുവടുകളുമായി നവരാഗരസത്തിലൂടെ നവരസഭാവം ഒരുക്കിയ ഉത്തര നിറഞ്ഞ സദസ്സിന്റെ കയ്യടിയും ഏറ്റുവാങ്ങി. തുടർന്ന് ശ്രീലക്ഷ്മി ഗോവർദ്ധൻ അവതരിപ്പിച്ച കുച്ചിപ്പുടിയും അരങ്ങേറി. അയ്യന്തോൾ ഭജൻസിന്റെ ഭജൻ സന്ധ്യയും 5ാം ദിനത്തിൽ നടന്നു. വെള്ളിയാഴ്ച തൃശൂർ നാട്യകലാ മന്ദിറിലെ വിജയലക്ഷ്മി കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, ആതിര ശശിധരന്റെ കഥക്, യു രാജേഷിന്റെ മാൻഡോലിൻ കച്ചേരി എന്നിവ അരങ്ങേറും. വടക്കുനാഥ ക്ഷേത്ര ശ്രീമൂല സ്ഥാനത്തെ ശിവരാത്രി മണ്ഡപത്തിൽ അരങ്ങേറുന്ന കലാപരിപാടികൾ ആസ്വദിക്കുവാൻ ദിവസേന നിരവധി പേരാണ് എത്തുന്നത്. ഒരിടവേള. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കരുതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. ആധുനിക സൗകര്യങ്ങളുടെ മുതുവറയിൽ നിർമ്മിച്ച ഹൈടെക് ബസ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് VO ചുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TR ജയചന്ദ്രൻ, DCC സെക്രട്ടറി PA ശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ശ്രീനിവാസൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
സ്ഥലം MLA കൂടിയായ മന്ത്രി CN ബാലകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. വൈഫൈ, മൊബൈൽ ചാർജർ, FM റേഡിയോ, മാഗസിനുകൾ, പത്രങ്ങൾ എന്നിവയടക്കമുള്ള ആധുനിക സൗകര്യങ്ങളുള്ളതാണ് ബസ് ഷെൽട്ടർ. ഫുൾ ഹൗസ് ഇൻഫോ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ബാൽ ഉത്സവ് എന്ന NGOയുടെ സഹകരണത്തോടെ പെയിന്റിംഗ്, ഡ്രോയിംഗ് എക്സിബിഷനും ബിഗ് ബോക്സ് എന്ന ഓൺലൈൻ മാഗസിന്റെ ലോഞ്ചിംഗും തൃശൂരിൽ നടന്നു. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ ഉദ്ഘാടനവും ലോഞ്ചിംഗും നിർവഹിച്ചു. ഫുൾ ഹൗസ് ഇൻഫോ സ്ഥാപകൻ ബെന്നി പീറ്റർ വർഗീസ് അധ്യക്ഷനായിരുന്നു. സംഗീത നൃത്തരംഗത്ത് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും സുദീർഘമായ സേവനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന പോൾ മ്യൂസിക് അക്കാദമി ഫോർ റിതം ആൻഡ് മൂവ്മെന്റിന്റെയും ചിരിയങ്കണ്ടത്ത് ജ്വല്ലറിയുടെയും ഡയറക്ടറായ പോൾ ചിരിയങ്കണ്ടത്തിന് സംഗീത നൃത്തരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് എക്സലൻസ് അവാർഡ് IG സമ്മാനിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള TS അനന്തരാമൻ, കണ്ണൻ, JR രാജേഷ്, PL പീറ്റർ, PM തോമസ്, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, 3 വയസ്സുകാരിയായ ചിത്രകാരി നിരഞ്ജന തുടങ്ങിയവരെയും എക്സിബിഷനിൽ പങ്കെടുത്ത സ്കൂളുകളിലെ പ്രധാനാധ്യാപകരെയും ആദരിച്ചു. ഫുൾ ഹൗസ് കോർഡിനേറ്റർ മഞ്ജു ബെന്നി, NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ സുശീൽ കുമാർ തിവാരി, ഡോളി വർഗീസ്, ജോസ് പയസ് എന്നിവർ സംസാരിച്ചു. 17 സ്കൂളുകളിൽ നിന്നുള്ള 1060 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ബിഗ് ബോക്സ് ഓൺലൈൻ മാഗസിനിൽ ആദ്യഘട്ടത്തിൽ 10 പ്രമുഖരുടെ വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പുതിയ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ പോലീസ് ജനങ്ങളുമായി കൂടുതൽ അടുത്തുവെന്നും ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി പോലീസ് മാറിയെന്നും മന്ത്രി പറഞ്ഞു. MP വിൽസൺ MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR റോസലി, നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സല, ACP KP ജോസ്, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS ചന്ദ്രാനന്ദൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VK മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഷീ ഓട്ടോ പദ്ധതിയെക്കുറിച്ച് സിറ്റി പോലീസ് പുറത്തിറക്കിയ ഹ്രസ്വചിത്രത്തിന്റെ CD മന്ത്രി CN ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടം 60 ലക്ഷത്തോളം രൂപ ചിലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആളുകൾ മരിക്കാൻ കിടക്കുമ്പോഴും അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടം മാറിക്കഴിഞ്ഞുവെന്ന് നടി KPSC ലളിത പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പുസ്തകോത്സവത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സാങ്കേതിക വിദ്യയിൽ രാജ്യം അതീവ പുരോഗതി കൈവരിക്കുന്നുണ്ടെങ്കിലും സാഹിത്യരംഗം പുറകോട്ട് പോയിരിക്കുകയാണെന്നും KPSC ലളിത പറഞ്ഞു. സംഘാടക സമിതി രക്ഷാധികാരി PT കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. KV അബ്ദുൽ ഖാദർ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി, TT ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാവ്യാലാപന പ്രസംഗ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി. ചേറ്റുവ റോഡിൽ ദർശന തിയേറ്ററിന് സമീപം ബൈക്കിൽ അജ്ഞാത വാഹനമിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരതിയൂർ പണിക്കൻ വീട്ടിൽ രാജനെയാണ് ചാവക്കാട് CI MJ ജോൺസൺ, SI MK രമേശ് എന്നിവരടങ്ങിയ സംഘം അറസ്റ്റ് ചെയ്തത്. അഡീഷണൽ SIമാരായ KV മാധവൻ, M ഗോവിന്ദൻ, ASI അനിൽ മാത്യു, CPO ലോഫിരാജ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒരുമനിയൂർ IDC സ്കൂളിനടുത്ത് എടക്കളത്തൂർ ജോൺസന്റെ മകൻ 27 വയസ്സുള്ള ജോഷിയാണ് കഴിഞ്ഞ മാസം 26-ന് രാവിലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. മേഖലയിലെ സ്കൂൾ വാഹനമാണ് ജോഷിയെ ഇടിച്ചിട്ടത്. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ വാഹനത്തെ ഫോറൻസിക് സയന്റിഫിക് വിഭാഗവും പോലീസും നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ പിടികൂടുകയായിരുന്നു. ഇനി വാണിജ്യം. പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മോഡേൺ ഫർണിച്ചറിന്റെ സഹോദര സ്ഥാപനമായ വലിയ വീട്ടിൽ ഫർണിച്ചർ വെള്ളാങ്കല്ലൂർ കോണത്തുകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. EP ജയരാജൻ MLA വലിയ വീട്ടിൽ ഫർണിച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ അധ്യക്ഷയായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, ഷോറൂം ഉടമ VM സെയ്തു, ഷാജി നഖര, PK ഡേവിസ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രമുഖ ബ്രാൻഡുകളുടെ ഫർണിച്ചർ പ്രത്യേക വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് വലിയ വീട്ടിൽ ഫർണിച്ചറിൽ നിന്ന് ലഭ്യമാകും. വിശാലമായ പാർക്കിംഗ് സൗകര്യവും നിലമ്പൂർ തേക്കിൽ വിദഗ്ധരായ തൊഴിലാളികൾ പണിതീർത്ത ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരവും വലിയ വീട്ടിൽ ഫർണിച്ചറിന്റെ പ്രത്യേകതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547 404070. പ്രധാന വാർത്തകൾ വീണ്ടും.
ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസിന് വിട്ടു നൽകേണ്ടതില്ലെന്ന് ലീഗ് ജില്ലാ നേതൃത്വം. UDF സീറ്റ് വിഭജന ചർച്ചയിൽ മണ്ഡലം വിട്ടു നൽകാനാവില്ലെന്ന തീരുമാനം ലീഗ് നേതൃത്വത്തെ അറിയിക്കും. തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷൻ ബെൽമൌത്ത് കെട്ടിടം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി. അടിസ്ഥാന സൗകര്യമില്ലാത്ത കെട്ടിടത്തിലെ ശൌചാലയത്തിൽ മാലിന്യം കുന്നുകൂടിയിട്ടും അധികൃതർക്ക് മൗനം. എടവിലങ്ങിൽ തെങ്ങൊടിഞ്ഞു വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾ തൽക്ഷണം മരിച്ചു. എടവിലങ്ങ് സ്വദേശിനികളായ പത്മാക്ഷി, തങ്കമണി എന്നിവരാണ് മരിച്ചത്. അയ്യന്തോളിലെ ഫ്ളാറ്റിൽ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ യുവാവും മരിച്ചു. സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. TV ചാനൽ മാറ്റുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. എടമുട്ടം പൈച്ചോടിലെ വിദേശ മദ്യ വിൽപ്പനശാല ആനവിഴുങ്ങിയിലേക്ക് മാറ്റി. ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാനിടയാക്കിയത് റുക്കിയ ഖാദർ എന്ന വീട്ടമ്മ നയിച്ച ഒറ്റയാൾ സമരം. കൊടകരയിലെ ബീവറേജസ് ഔട്ട്ലെറ്റ് വഴിയമ്പലത്തേക്ക് മാറ്റി സ്ഥാപിച്ചതിൽ പ്രതിഷേധമേറി. മദ്യവിൽപ്പന കേന്ദ്രം വഴിയമ്പലത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.